ഹാജരാക്കുന്നുണ്ടോ? അവരുടെ മുമ്പിട്ട് അവര് വിളിച്ചു നമ്മളെ വിളിച്ചേ അറസ്റ്റ് ഭയപ്പെടുന്നുണ്ടോ? എന്ത് അറസ്റ്റ് ഉൾപ്പെടെ നടപടികളിലേക്ക് ഇടി കിടക്കുമെന്ന് ഭയപ്പെടുന്നു. എന്താ ഭയം? എന്താ ഇതില് ഒരു ഭയമില്ല. നമസ്കാരം. കേരളത്തിലെ CPM സർക്കാരിനെ തകർക്കുക, കേരളത്തിലെ സഹകരണ മേഖലയെ തകർത്തുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനം പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കേരളത്തിലെ സഹകരണ ബാങ്കുകളിലേക്ക് ED അന്വേഷണവുമായി എത്തുന്നത് എന്നാണ് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞു വരുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് CPMലെ സമുന്നതരായ പല നേതാക്കളെയും ED ചോദ്യം ചെയ്യുവാൻ വേണ്ടി വിളിച്ചു വരുത്തുകയുണ്ടായി. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന AC മൊയ്തീനിൽ നിന്നാണ് EDയുടെ ഈ ചോദ്യം ചെയ്യൽ പരമ്പര തുടങ്ങിയത് തന്നെ. AC മൊയ്തീൻ്റെ വീട്ടിൽ ഏതാണ്ട് 24 മണിക്കൂർ നീളുന്ന റെയ്ഡാണ് ED നടത്തിയത്. അവിടെ നിന്നും വിലപ്പെട്ട രേഖകൾ തന്നെയാണ് EDക്ക് കിട്ടിയത്, ED കടത്തിക്കൊണ്ടുപോയത് എന്നാണ് പിന്നീട് അറിയാൻ സാധിച്ചത്. എന്നാൽ CPMൻ്റെ മുൻ MLA ആയ വടക്കാഞ്ചേരി MLA ആയ MK കണ്ണൻ, PC അരവിന്ദാക്ഷൻ മുതലായ ആളുകളെ, CPMൻ്റെ സമുന്നതരായ നേതാക്കളെ പിന്നീട് ED ചോദ്യം ചെയ്യാൻ വേണ്ടി പലവട്ടം വിളിച്ചു വരുത്തുകയുണ്ടായി, ചോദ്യം ചെയ്യുകയുണ്ടായി. പല ഘട്ടത്തിലും ഇവരിൽ പലരും അറസ്റ്റിലാകും എന്നുള്ള ഒരു നില വരെ എത്തുകയുണ്ടായി. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ EDയെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ CPMനെ തകർക്കുവാൻ വേണ്ടി ഇത്തരത്തിൽ ഒരു നാടകം നടത്തുന്നത് എന്നാണ് മുഖ്യമന്ത്രി അടക്കം CPMൻ്റെ സമുന്നതരായ എല്ലാ നേതാക്കളും പറഞ്ഞ് പ്രചരിപ്പിച്ചത്. ഇതുകൊണ്ടൊന്നും CPMൻ്റെ ആത്മവീര്യത്തെ തകർക്കാൻ പറ്റില്ല എന്നുകൂടി ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ EDയും ഉണ്ടാകില്ല, ആദായ നികുതി വകുപ്പും ഉണ്ടാകില്ല, കരുവന്നൂർ ബാങ്ക് കേസും ഉണ്ടാകില്ല, എല്ലാം വിസ്മൃതിയിലാകും എന്നാണ് CPMൻ്റെ നേതാക്കൾ പറഞ്ഞിരുന്നത്. എന്നാൽ അതിനെല്ലാം ഘടകവിരുദ്ധമായിക്കൊണ്ട് ഇന്ന് തൃശ്ശൂർ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലെ CPM ജില്ലാ സെക്രട്ടറിയായ MM വർഗീസിനെ വീണ്ടും ED ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തിയിരിക്കുന്നു. MM വർഗീസ് കൊച്ചിയിലെ ED ഓഫീസിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിശേഷം. ഭീകരവാദ കുറ്റം ചുമത്തി, രാജ്യദ്രോഹ കുറ്റം ചുമത്തി രാജ്യത്തെ ഒരു സംഘടനയെ കേന്ദ്ര സർക്കാർ നിരോധിക്കുകയുണ്ടായി. കേന്ദ്ര സർക്കാർ നിരോധിച്ച ഈ സംഘടനയുടെ ഏതാണ്ട് 100 കോടി രൂപയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് വഴി മാറിയെടുത്തത്, ക്രമക്കേട് നടത്തിയത്. കൂടാതെ അവിടെ സ്ഥിര നിക്ഷേപമായും അല്ലാതെയും നിക്ഷേപിച്ചിരുന്ന സാധാരണക്കാരുടെ നിക്ഷേപങ്ങൾ കവർന്നെടുത്തുകൊണ്ട് CPMൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ക്രമാതീതമായ വൻ കുംഭകോണമാണ് കരുവന്നൂർ ബാങ്കിൽ നടത്തിയിരിക്കുന്നത് എന്നാണ് ED ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ സംഘങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് നിക്ഷേപം തിരിച്ചു കിട്ടാത്ത പല ആളുകളും ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇത് കേന്ദ്ര സർക്കാരിൻ്റെയോ EDയുടെയോ പ്രേരണ മൂലമുള്ള ഉണ്ടായത് എന്നുള്ളതും തിരിച്ചറിയേണ്ട വസ്തുത തന്നെയാണ്. കൂലിവേല ചെയ്ത് കുടുംബം പോറ്റിയിരുന്ന ആളുകൾ അന്നാന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നും ഒരു സംഖ്യ തങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനോ വീട് പണിയുന്നതിനോ അഥവാ മാതാപിതാക്കളുടെ ചികിത്സയ്ക്കോ ഒക്കെയായി മാറ്റിവെച്ചിരുന്ന പണത്തിൽ നിന്നും, അല്ലെങ്കിൽ കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപമായിട്ടിരുന്ന പണമാണ് കരുവന്നൂർ ബാങ്കിന്റെ ഡയറക്ട് ബോർഡ് മെമ്പേഴ്സ് അടക്കമുള്ള ആളുകൾ കൂട്ടുനിന്ന് അടിച്ചു മാറ്റിയത് എന്നുള്ളതാണ് ഗുരുതരമായ കുറ്റം. ഈ ക്രമക്കേട് തന്നെയാണ് ഇപ്പോൾ ED അന്വേഷിക്കുന്നത്. കൂടാതെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ ഭീകരവാദ സംഘടനകൾ അവരുടെ പണവും അക്കൗണ്ടും കരുവന്നൂർ ബാങ്കിൽ ഉണ്ടായിരുന്നു, കരുവന്നൂർ ബാങ്ക് കേന്ദ്രീകരിച്ച് അവർ പണമിടപാടുകൾ നടത്തിയിരുന്നു, സാമ്പത്തിക കുംഭകോണങ്ങൾ നടത്തിയിരുന്നു എന്ന് തന്നെയാണ് ED പുറത്തുവിട്ട വിവരങ്ങൾ. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന AC മൊയ്തീൻ തൃശ്ശൂർ ജില്ലാ ഭാരവാഹിത്വം ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് കരുവന്നൂർ ബാങ്കിൽ കോടികളുടെ ക്രമക്കേടുകൾ ഉണ്ടായിരുന്നത്. പറഞ്ഞു കേൾക്കുന്നത് ശരിയാണെങ്കിൽ 1000 കോടി രൂപയുടെ ക്രമക്കേടാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി നടന്നിരിക്കുന്നത്. നിക്ഷേപകർക്ക് ഇനിയും നിക്ഷേപം തിരിച്ചു കിട്ടിയിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ സംസാരിക്കുമ്പോൾ കരുവന്നൂർ ബാങ്കിൽ പണം നഷ്ടപ്പെട്ട നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കാനുള്ള വ്യവസ്ഥ ഉണ്ടാക്കും എന്ന് തന്നെ ഒരു പ്രചരണ യോഗത്തിൽ പറയുകയുണ്ടായി.
കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കരുവന്നൂരിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുരേഷ് ഗോപി കരുവന്നൂർ ബാങ്കിൽ നിന്ന് തൃശൂർ കോർപ്പറേഷൻ ബാങ്ക് വരെയുള്ള 19 കിലോമീറ്റർ ദൂരം കാൽനടയായി തന്നെ പ്രതിഷേധ പ്രചരണ ജാഥയുമായി നടക്കുകയുണ്ടായി. കരുവന്നൂരിൽ പണം നഷ്ടപ്പെട്ട ആളുകൾക്ക് പണം തിരിച്ചു കൊടുക്കുക എന്നതിലുപരി യാതൊരു കോംപ്രമൈസുകൾക്കും ഒത്തുതീർപ്പുകൾക്കും താൻ തയ്യാറല്ല എന്ന് തന്നെയാണ് അന്ന് സുരേഷ് ഗോപി സംസ്ഥാന ഭരണ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞത്. എന്നാൽ ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നും കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ BJP ഇതര സർക്കാരുകളെ നശിപ്പിക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുന്ന നാടകം മാത്രമാണ്. അതിലൊന്നാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് എന്നാണ് CPM-ലെ സമുന്നതരായ നേതാക്കളും മുഖ്യമന്ത്രിയും ഈ അടുത്ത കാലം വരെ പറഞ്ഞത്. ഇത് തെരഞ്ഞെടുപ്പ് വരെ മാത്രം നീളുന്ന ഒരു നാടകം തന്നെയായിരിക്കും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ വിഷയം ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇന്ന് 2-3 ദിവസം പിന്നിടുമ്പോൾ CPM-ന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറിയായ MM വർഗീസ് മതിയായ രേഖകളുമായി ED-ക്ക് മുമ്പിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരായിരിക്കുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. എന്തായാലും മാധ്യമപ്രവർത്തകർ MM വർഗീസിനെ കണ്ടപ്പോൾ തടിച്ചുകൂടുകയുണ്ടായി. ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് ഉണ്ടാകുമോ, അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അങ്ങ് അറസ്റ്റ് ഭയക്കുന്നു എന്നുള്ള ചോദ്യത്തിന് വളരെ നിസ്സംഗതയോടുകൂടി വർഗീസ് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, ED ഉദ്യോഗസ്ഥരുടെ മുമ്പിലേക്ക് ചെല്ലട്ടെ, ചോദ്യം ചെയ്യലിന് ശേഷം മറ്റു കാര്യങ്ങൾ പങ്കുവയ്ക്കാം. അറസ്റ്റിനെ എന്തിനാണ് ഭയക്കുന്നത്? ഇതിലും വലിയ അറസ്റ്റുകൾ ഞങ്ങൾ അഭിമുഖീകരിച്ചിട്ടുള്ള ആളുകളാണ്. CPM-നെ ഇത്തരം ഓലപ്പാമ്പ് കാട്ടി വിരട്ടാമെന്ന് ആരും ധരിക്കേണ്ട എന്നൊക്കെ തന്നെയായിരുന്നു MM വർഗീസിന്റെ വാക്കുകൾക്കിടയിൽ ഒളിച്ചിരുന്നത്. എന്തായാലും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി നടക്കുന്ന ഈ അന്വേഷണം ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമായിരുന്നില്ല. തെരഞ്ഞെടുപ്പിന് ശേഷവും ED കൃത്യമായി തന്നെ ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി മുന്നോട്ട് പോകുന്നു. ഇതിന്റെ അന്വേഷണത്തിനൊടുവിൽ കൃത്യമായി ഇതിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ അവരെല്ലാം നിയമത്തിന് മുന്നിൽ വരും, മാതൃകാപരമായി ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് ഇപ്പോൾ കരുതാൻ സാധിക്കുന്നത്. എന്തായാലും MM വർഗീസിനെ ED ചോദ്യം ചെയ്യുന്നതിലൂടെ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. ഹാജരാക്കുന്നുണ്ടോ? ഞാൻ അവരുടെ മുമ്പിട്ട് അവര് വിളിച്ചു നമ്മളെ കൂടി ചെല്ലട്ടെ. അറസ്റ്റ് ഭയപ്പെടുന്നുണ്ടോ? എന്ത് അറസ്റ്റ് ഉൾപ്പെടെ നടപടികളിലേക്ക് ED കടക്കുമെന്ന് ഭയപ്പെടുന്നു? എന്താ ഭയം? എന്താ ഇതില് ഒരു ഭയമില്ല.